ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ചെറിയ നുറുങ്ങ് കവിതകൾ ഒക്കെ രചിക്കുന്ന ശ്രീ സുജിത് സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യും. നമസ്കാരം. അപ്പോൾ സാറ് അക്ഷരമുറ്റത്ത് തത്തിക്കളിക്കുന്ന ആളാണ്, അക്ഷരങ്ങളിട്ട് കളിക്കുന്ന ആളാണ്. അപ്പോൾ സാറിന് ഓണത്തെക്കുറിച്ച് ഒരു കവിത സാറിൻ്റെ ആദ്യമേ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കും. ശരി, ആയിക്കോട്ടെ. അരുമയോലും പുലരി പിറന്നു, പൊൻപുലരി പിറന്നു, ഓണമുകിലോടമൊഴുകി, ഓളമോടാടിയൊഴുകി, ഓണമുകിലോടമൊഴുകി, ഓളമോടാടിയൊഴുകി, തേൻ തുമ്പികൾ കുളിച്ചൊരുങ്ങി, മണിക്കസവങ്ങണിഞ്ഞൊരുങ്ങി, കിളിക്കൊഞ്ചി പാടിയാടി, നറുപുഞ്ചിരി കുഞ്ഞുമാടി, കിളിക്കൊഞ്ചി പാടിയാടി, നറുപുഞ്ചിരി കുഞ്ഞുമാടി, ഓണമുറ്റം മോടികൂടി, ചെത്തിമന്ദാര ശോഭ കൂടി, അത്തപ്പൂക്കളത്തൊത്തു ചേർന്നു, ചന്തമോടു തിരുവാതിരയാടി, ചന്തമോടു തിരുവാതിരയാടി, ആഭപൂണ്ടൊരാമ്പൽ പൊയ്കയിൽ ആനനങ്ങൾ മധുരാഗമ സംഗമം, വല്ലരീരവരാഗ പൗർണമിയിൽ നല്ലൊരോണ നിലാവു തെളിഞ്ഞു, വല്ലരീരവരാഗ പൗർണമിയിൽ നല്ലൊരോണ നിലാവു തെളിഞ്ഞു, നല്ലൊരോണ നിലാവു തെളിഞ്ഞു. സുന്ദരമായിരുന്നു. അപ്പോൾ ഇതാണോ കവിത? ചൊല്ലാൻ അറിയത്തില്ല എന്നോട്. സുന്ദരമായിട്ട് ചൊല്ലിയല്ലോ. അപ്പോൾ ഈ കവി ഹൃദയം എങ്ങനെ ഉണർന്നത്? ചെറുപ്പത്തിൽ ഈ കവിതയോട് എങ്ങനെ താല്പര്യം ചെറുപ്പം തൊട്ടേ ഉണ്ടോ അതോ ഇപ്പം തുടങ്ങിയതാണോ? അല്ല, ഞാൻ സ്കൂൾ മുതൽ തന്നെ കൂടുതൽ സമയം പദ്യങ്ങളും അങ്ങനത്തെ കവിത പുസ്തകങ്ങളും ഒക്കെ വായിക്കാൻ ഒരു പ്രത്യേക ആഗ്രഹം. അത് ഉച്ചത്തിൽ തന്നെ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിന്റെ ഒരു ശീലം തുടർന്ന് വരികയും പിന്നെ മാസികകളും കലാകൗമുദി, മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതിലുള്ള ഇതൊക്കെ വായിച്ച് ആ ഒരു പ്രത്യേക വായനയിലാണ് ഇത് ഉണർന്നത്. അപ്പൊ കവിതകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അതോ? ഞാൻ കവിതകൾ നുറുങ്ങ് കവിതകൾ അങ്ങനെ അതോ വലിയ ഒരു മാക്സിമം ഒരു 16 വരി 12 വരി അങ്ങനെയൊക്കെയുള്ള കവിതകൾ. നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ കൂട്ട് ഇല്ല, അങ്ങനത്തെ 4 വരി അങ്ങനത്തെ ഇല്ല. അതായത് ചോറ് ചേറാക്കാതെ ചോറാക്കി ഉണ്ണുക, അതിനൊരു വലിയ അർത്ഥമില്ലേ? തീർച്ചയായിട്ടും. അത് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയാണ്. വളരെ 4 വരിയിൽ ഒതുങ്ങുന്ന ഒരു ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പോകുന്ന സൈസ് ഒരു സംഭവമാണ്. അത് കൂട്ട് കവിതകളല്ലോ. കൂട്ടത്തിൽ അങ്ങനെ എഴുതിയില്ല. പിന്നെ ആദ്യമായിട്ട് എഴുതിയത് ഇങ്ങനെ ആദ്യമായി എഴുതിയ മതി ഇങ്ങനെയായിരുന്നേ, 4-5 വരി വരുള്ളൂ. സ്നേഹജ്വാലയിൽ പുകയും നെടുവിയപ്പുകളാൽ എൻ മനം മിടിപ്പു ജ്വലിക്കും തീനാളമായി, കുതിരും കൂരിരട്ടിൽ അണയും തീരമായി എന്നുള്ള അങ്ങനത്തെ ഒരു വിപ്ലവം വരുന്ന സൈസാണ്. അല്ല, അത് ആദ്യമൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ വിപ്ലവം ഒന്നുമില്ല. ഇപ്പൊ നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും പ്രകൃതിയും പൂവും പൂക്കളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് കൂടുതൽ ഊന്നുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനും കൂടി ആയതുകൊണ്ട് മറ്റു മേഖലയിലൊക്കെ കൂടുതൽ കയറി പിടിക്കണ്ടെന്ന് വിചാരിച്ചു. ഓരോ മേഖലയ്ക്ക് ഓരോരോ പരിധികളുണ്ട്. പരിധികൾ സൃഷ്ടിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് നമുക്ക് എല്ലാം തുറന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഉള്ളിലുണ്ട് താനും. അപ്പോൾ ഒരു വിപ്ലവം ഉള്ളിൽ കിടപ്പുണ്ട്, എന്നാൽ എല്ലാം തുറന്ന് പറയാനും പറ്റത്തില്ല. തീർച്ചയായിട്ടും. അതായത് സാറിന്റെ വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നു? ഒരു രസകരമായിരുന്നു അതോ വളരെ ഗ്ലൂമി ആയിരുന്നു? എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസം ഞാൻ ഡിഗ്രിക്ക് മലയാളമായിരുന്നു. കൂടുതലും കുട്ടികൾ ക്ലാസ്സിനൊപ്പം തന്നെ ചുറ്റി അകത്ത് തന്നെ കറങ്ങി നടക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്പോർട്സിനോടൊക്കെ കിട്ടിയ താല്പര്യം ആ സമയത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് കളിക്കാനും അങ്ങനെയൊക്കെ സ്പോർട്സ് ഉണ്ടായിരുന്നു. സ്പോർട്സ്, കളികള്, പഠനം എല്ലാം. ഞാൻ ചോദിച്ച ഡിഗ്രി തലത്തിന് മുമ്പ് ഉള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്വതയായല്ലോ, പക്വത എന്ന രീതിയിലേക്ക്.
ഡിഗ്രി കാലത്തിന് മുമ്പുള്ള ഒരു കാലം കൂടുതൽ കളിക്കായിരുന്നു കൂടുതൽ താല്പര്യം. കളിയായിരുന്നു. ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു അതോ നല്ല ഭയങ്കര A+കാരനാണ്? ഇല്ല, ആവറേജ് ലെവലിലുള്ള നീക്കങ്ങളുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. പഠനകാലം ഒന്ന് വിശദീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു രസകരമായ ഒരു സംഭവം? അങ്ങനെ പറയാനില്ല. അങ്ങനെ പറയില്ലെന്ന് ഉണ്ട്, ഒത്തിരി ഉണ്ട്, പക്ഷെ എല്ലാം ഓർക്കുന്നില്ല. ഒത്തിരിയൊന്നുമില്ല, കുറച്ചൊക്കെ രസകരമായ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കവിത എഴുതുന്നത് ഒരു പ്രത്യേക സമയം അങ്ങനെ വല്ലതും പെട്ടെന്ന് ഇങ്ങനെ വരില്ല? തീർച്ചയായിട്ടും. ഞാൻ അത് ഞാൻ ഒരു വെളുപ്പിനൊരു 3:30-4 മണിക്ക് ആ സമയത്ത് എഴുതുന്നത്. ആ സമയത്താണ് ഈ ഉദയം അല്ലെ? ആ സമയത്താണ് കവിത വരുന്നത്. ഏറ്റവും സുന്ദരമായി തോന്നുന്ന കവിത എഴുതാൻ തോന്നുന്ന പ്രേമം അങ്ങനെ വല്ലോ? പ്രണയത്തിന്റെ വരികളിലെ കൂടുതൽ നല്ലതായിട്ട് വരുന്നുണ്ട്, ഇഷ്ടമാണ്. വയലാറൊക്കെ എഴുതുന്ന സൈസ് അല്ല, അത്രത്തോളം ഇടിച്ചൊന്നും എഴുതാനുള്ള. പിന്നെ ഏത് തരത്തിലുള്ള കവിത? ആ തരത്തിലുള്ള ഒരു 2-3 വരി വല്ല ഓർമ്മയുണ്ടോ? ചൊല്ലു. എനിക്കുള്ളിലൊരു ഉയിരുണ്ട്, ആ ഉയിരിനറിയാ കയങ്ങളിലെത്താൻ കൊതിക്കുന്നു. കനിവിന്റെ അരുണിമയിൽ ചിറകു വിരിച്ചുണരും പക്ഷിയാം അരുമയാം ഉയിരിനെ നോവിക്കരുത്. കുളിരിന്റെ മയക്കത്തിലുറക്കിക്കിടത്തു, തളിരിന്റെ വാത്സല്യമതിനേകൂ. രാത്രി മറന്നിട്ടു പോയോരന്നവും പേറി പുലരിക്കുരുകി തീർക്കുവാനാകാതെ വാസന്തമണിച്ചപ്പിൻ ഉറവിടമായോരു പൂന്തളിരിന്നു നൽകി. ആ പൂവിൻ നിഴൽ തുമ്പിൽ ഹിമകണം ചിരി തൂകി നിൽക്കവേ അതിൽ പകരും ചെറുപുഷ്പമാണെന്റെ ഹർഷം. മാനത്ത് വടിവൊത്ത മഴവില്ലു കണ്ടാൽ മതിമറന്നാടുന്ന മയിലിന്റെ അഴകിൽ ചിറകനക്കാതെ ചിത്രം വരയ്ക്കുന്ന പറവയുടെ മനമതിൽ ചൊരിയും മുഗ്ധതയാണെന്റെ ജീവൻ. ഇനിയുമെന്നിങ്ങനെ അകിടൂറ്റി നുണഞ്ഞിറക്കും കിടാവേ, നിന്നിലുയിർക്കുന്ന ലഹരിയാണെന്റെ ജീവൻ. ശ്രുതിമധുരമാണി സംഗീതമെങ്കിലും ഇന്നതിൻ തെളിമയിൽ നിഴലു പടരുന്നു. കാലമെന്നിലിടറി കുരുങ്ങുന്നു, കാണാ കയങ്ങൾ തേടുന്നു. കാഴ്ചകൾക്കും അപ്പുറത്തപ്പുറത്തെനിക്കും ഉള്ളിലൊരുയിരുണ്ട്. സാറ് കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടു. അത് കൂടുതലും ഭക്തിഗാനമാണോ അതോ ലളിതഗാനോ? അങ്ങനെ ഭക്തിഗാനം ആണ് കൂടുതൽ. നമ്മുടെ രാജാക്കാട് അമ്പലത്തിലേക്ക് മധുബാലകൃഷ്ണൻ പാടിയ ഒരു 2 ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സിത്താര കൃഷ്ണകുമാറുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിലേക്ക് വേണ്ടി ക്രിസ്റ്ററിനെ പാടുന്ന പാട്ട് എഴുതി കഴിഞ്ഞ വർഷം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാരാ പാടിയിരിക്കുന്നത്? കെസ്റ്റർ. കെസ്റ്റർ നല്ല ഗായകനാണല്ലോ. ഭക്തിഗാന രംഗത്ത് ഒരു 10-18 ഈ ആൽബം സോങ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൽബം പിന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ആൽബം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൽബമായിട്ട് എടുത്തിട്ടുണ്ടോ? ആൽബമായിട്ട് എടുത്തിട്ടുണ്ട്. ആൽബം പിക്ചറോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മളെ പശ്ചിമനാഥൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ബ്ലൂ സ്റ്റാറിന്റെ രഞ്ജിത്ത്, നല്ല പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഗായകൻ, നല്ല ഗായകൻ മധുബാലകൃഷ്ണൻ. MG ശ്രീകുമാർ പാടി വിഷു പാട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രാരുണ് നിരവധി പാട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രാരുൺ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ തന്നെ നമ്മളെ നാട്ടുകാരനായ ബിജോയ് കുറെ കാണാൻ. പിന്നെ ഈ ബിനുസി ബെന്നിയൊക്കെ ആണ്, ഇവിടുത്തെ നാട്ടുകാരനാണ് ബിനുസി ബെന്നി. അദ്ദേഹമാണ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള കുറച്ച് പേരെ കുറെ കലാകാരന്മാരുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ സാധിച്ചു. നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പാട്ട് എഴുതിയിട്ടുണ്ട്. നല്ല കേട്ടുന്നവർ അപ്പൊ നല്ലതായിരിക്കണോ? അപ്പൊ നല്ല ഗായകരെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കൊള്ളാം, വളരെ ഭംഗിയായിരിക്കുന്നു. ഈ കവികൾക്കൊക്കെ പ്രചോദനം എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് സന്ധ്യ, പിന്നെ പൂക്കൾ,
നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, നിലാവ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഉത്തേജനം അല്ലേ സാധാരണ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാതെ ഞാൻ നമ്മൾ എഴുതുന്ന സമയത്തിനെ ആശ്രയിച്ചാണല്ലോ ഈ പറയുന്നത്. അതല്ല, നമുക്കൊരു ഒരു ഉത്തേജനം തോന്നുന്ന ഒരു സമയം, ആ ഒരു സമയങ്ങൾ എന്ന് പറയുന്നതല്ലേ ഇങ്ങനെ ഒരു സാഹിത്യത്തിൽ. ഞാനിവിടെ ഒറ്റയ്ക്കുള്ള ഇവിടെ ഓഫീസ് മുറിയിലാണ്. അപ്പം കൂടുതലും ഉറങ്ങി കിടന്നിട്ട് പിന്നെ എത്രത്തോളം നേരത്തെ ഉണരാം എന്നുള്ള ഒരു ചിന്ത, പിന്നെ ഏകാന്തതായും നല്ല ഒരു സമയവും, നല്ല സമയം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഒരു സമയവും രാവിലെ ഈ 4 മണി 3:30 മണിക്കാണ്. നമ്മളത് ഇടപെടുമ്പോഴേ അത് മനസ്സിലാവും. കൂടുതൽ നല്ല ഒരു സംശുദ്ധമായ വാക്കുകളും എല്ലാം ആ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രകൃതി തന്നെ അരിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അരിപ്പയിൽ കൂടെ കിട്ടുന്ന പോലെ അരിച്ചരിച്ചു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സാഹിത്യകാരന്മാർ, എഴുത്തുകാരൊക്കെ ചെറിയ ലഹരി അല്ലെങ്കിൽ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. സത്യം, ഒരു ലഹരിയില്ല. അപ്പോ നമ്മുടെ ലഹരി അക്ഷരങ്ങളാണ്. അക്ഷരവും വായനയുണ്ടോ? വായന നമ്മുടെ ലൈബ്രറിയിൽ തന്നെ ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. എന്ന പുസ്തകത്തിൽ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഏത്, ആരെഴുതിയതായിരിക്കും? ഒരു കവിത വായിച്ചതിൽ നമ്മുടെ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാതെയോ ഏത് തരത്തിലുള്ള ഇഷ്ടപ്പെട്ട ഒരു കവിത ആരെഴുതിയതായിരിക്കും? ഞാൻ ONV കവിത എനിക്ക് നല്ല ഇഷ്ടമാണ്. ONV കവിതകൾ. പിന്നെ നമ്മളെ സച്ചിദാനന്ദന്റെ കവിതകൾ ഞാൻ ധാരാളം വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ നോവലുകൾ വായിക്കാറുണ്ട്? കുറച്ചു കാലത്തിന് മുമ്പേ കൂടുതലും ഞാൻ ഇങ്ങനത്തെ ആനന്ദിന്റെ വായിച്ചിട്ടുണ്ടേ. പക്ഷെ ഈ അടുത്ത കാലത്ത് കൂടുതലും കവിതകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു. മാധവിക്കുട്ടി കവിത എഴുതിയിട്ടുണ്ട്, കവിതകളും എഴുതിയിട്ടുണ്ട്. നിർമ്മാതലും പുസ്തകാലം അങ്ങനെയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അത് ശരി തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാല്, മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി വളരെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അതായത് ഒരു മറയില്ലാതെ എല്ലാ കാര്യവും തുറന്ന് പറയുന്ന ആളാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അത് കുറച്ചൊക്കെ അത് പുറകോട്ട് പഠിച്ചിട്ടുണ്ട്, മുന്നോട്ട് പഠിച്ചിട്ടുണ്ട്. കുറെ അവരെ അപവാദ കഥകളിലും പെടുത്തിയിട്ടുണ്ട്. തുറന്നെഴുത്ത്, തുറന്നു പറച്ചിലുകളും ലാളിത്യവും അവരെ പല വ്യക്തിത്വത്തിൽ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഉള്ള സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്, അതും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ഓണത്തിലേക്ക് വരാം. അപ്പോൾ സാറിന്റെ ഓണക്കാലത്തെ ഏറ്റവും വിശേഷമായ ഒരു സമയം അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സംഭവം എന്തായിരുന്നു? ഞാൻ ഓണക്കാലത്ത് നാട്ടിലായിരുന്നു സമയത്തെ നമ്മളെ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ക്ലബ്ബ് അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ഓരോ സ്ഥലത്തും ഓരോ ക്ലബിന്റെ വാർഷികങ്ങളും ആഘോഷങ്ങളും. ഞങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനെ ഒരു ക്ലബും കാര്യം ഒരു വടംവലി മത്സരം നടത്തിയായിരുന്നു. വടംവലം നാട്ടുകാർ മാത്രമല്ല, ചെറിയ രീതിയിലുള്ള. അപ്പൊ അന്ന് ഒരു കക്ഷി ഒന്ന് മദ്യപിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനെ അലങ്കോലപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഈ സ്വന്തം പേന തന്നെ പോക്കറ്റിൽ വെച്ചിരുന്ന പേന ഈ തള്ളലിന്റെ ബഹളത്തിന്റെ ഇടയിൽ പുള്ളിയുടെ ഇവിടെ കുത്തി കയറി തിരുവോണ ദിവസത്തിലുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രയാസമൊക്കെ ഉണ്ടായി. മരണമൊന്നും പറ്റില്ല. എന്നാലും അതൊരു വേദനാജനകമായ ഒരു സംഭവമായിരുന്നു സംഭവിച്ചത്. അതിപ്പോഴും നമ്മളെ ഒരു കാര്യം ഓർക്കുന്നേ ഉള്ളൂ. പിന്നെ അന്നത്തെ ഒരു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തില് സംഭവിച്ചു കഴിഞ്ഞാല് അന്ന് ഈ TV ഇല്ല, ഫോണില്ല. ചെറുപ്പകാലങ്ങളിൽ അപ്പൊ ഫോണില്ല. TV എന്ന് പറഞ്ഞാൽ വന്നിട്ട് എത്ര കാലമായി കാണും? ഒരു 90കളിലാണ് എല്ലായിടത്തും വ്യാപകമാകുന്നത്. ശരിയല്ലേ? 90കളിലാണ്. 83-ല് 84-ലൊക്കെ TV ഉണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കറണ്ട് ഇല്ല. ഞങ്ങളുടെ ഏരിയയിലൊക്കെ കറണ്ടുകൾ വരുന്നത്. കറണ്ട് വന്നെങ്കിൽ ഈ സാധനം വാങ്ങി വെക്കത്തുള്ളൂ. അപ്പൊ അന്ന് ഒന്നും TV ഇല്ല. ആകെപ്പാടെ ഈ കോലാന്റീന പൊങ്ങി വീടുകളിൽ കാണുന്നതേ ദൂരോട്ടൊക്കെ പോയാൽ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം അവിടെ TV ഉണ്ട്. അങ്ങനെ ഒരു മനസ്സിലാക്കേണ്ടത്. അപ്പോ അന്നത്തെ കാലത്ത് പിള്ളേരെല്ലാം കൂടെ ഒന്നിലെ കളികൾക്കൊക്കെ പോവും. ഞങ്ങൾ അല്ലെങ്കിൽ ക്ലബില് ഓണം വരുമ്പോഴത്തേന് ഞങ്ങളൊരു നാടകമൊക്കെ തട്ടിക്കൂട്ടും. നാടകമൊക്കെ തട്ടിക്കൂട്ടും. ശരിയാക്കി വരുമ്പോൾ മിക്കവാറും ഉള്ളത് ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ചിലപ്പോൾ ആളില്ലാതെ വരും. എന്റെ കാര്യങ്ങളും കൂടെ ഞാനങ്ങ് പറയും. സ്ത്രീവേഷം കിട്ടും. സ്ത്രീവേഷം കിട്ടുന്നല്ല, ഞങ്ങള് അന്ന് ഒരു നടിയെ തപ്പി നടന്നു എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കൊരു
നടിയെ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആൾക്കാർ സ്ത്രീവേഷം കെട്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഓണക്കാലങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഇന്ന് കൊച്ചുകുട്ടികൾ പോയി ഒരു കലാമേഖലയിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു വേദി ഉണ്ടാകുന്നില്ല. അവരങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം ഒന്നിലെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെ TV കാണുന്നു. അങ്ങനെയുള്ള ചില സംഭവമായിട്ട് ഇവർ ഒതുങ്ങിപ്പോവുക. ഇന്നത്തെ ചില ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 22 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഒരു പ്രേരണയില്ല എന്തെങ്കിലും ചെയ്യാൻ. ഈ ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ആർക്കും ചെറുപ്പം ഈ മഞ്ഞ് മണികളും അല്ലെങ്കിൽ ഈ കുന്നിലെ ചെറു പൂക്കളെയും അങ്ങനെയുള്ള ആ കാഴ്ചകളോ അതിൽ നിന്നുള്ള അനുഭവങ്ങളോ നോക്കിക്കാണാനോ അത് മനസ്സിലേക്ക് ആസ്വദിക്കാനോ അവർക്ക് സമയമില്ല. അവർ ഈ പ്രകൃതിയിലോട്ടൊന്ന് ഇടപഴകി ചിന്തിക്കാനുള്ള സമയമില്ല. ഇറങ്ങി നോക്കുന്നില്ല. ഇറങ്ങി നോക്കിയാൽ അവർക്കും കിട്ടും ധാരാളം ധന്യ മുഹൂർത്തങ്ങളും കിട്ടും, പ്രേരണയും ലാളനയും എല്ലാം അവർക്ക് അനുഭവിക്കാനും കവിതകളും വരും, കഥകളും വരും. ഇന്ന് ചില അതിനുവേണ്ടി വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ പ്രത്യേകിച്ച് താല്പര്യം കാണിച്ച് നിൽക്കുന്ന കുറച്ച് കുട്ടികളല്ലാതെ ഇതൊരു സബരിയായിട്ട് ചിന്തിക്കുന്ന ഒരു സംവിധാനം ഇപ്പൊ നിലനിന്ന് നിൽക്കുന്നില്ല. അല്ല, നമ്മൾ സർഗവാസന എന്ന് പറയും. ഇന്ന് സർഗവാസന ഉണ്ടെങ്കിൽ പോലും ഉണർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സെറ്റപ്പ് കാണിക്കുന്നില്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും അവരുടെ ചിന്താഗതികൾ തന്നെ മാറിപ്പോയി. ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇപ്പൊ ഒരു പട്ടിക്കൂട് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. ഒരു കുട്ടി ഒരു പട്ടിക്കൂട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവൻ ആദ്യമേ എന്ത് വേണം? ഒരു 4 കമ്പ് വേണം. അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വരുന്നില്ല. അങ്ങനെ ഒരു ക്രിയാത്മകമായ ചിന്തയിലേക്ക് കുഞ്ഞുങ്ങൾ കടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മളെ ഇടുക്കിയിൽ തന്നെ ജലവൈദ്യുതി പദ്ധതി തന്നെ ഉണ്ടാക്കി കുട്ടികളുമുണ്ട്. അതുകൊണ്ട് പക്ഷെ ചിലരൊക്കെ അങ്ങനെ മാറിപ്പോകുന്നു. ചിലമാര് പല കാരണങ്ങളുണ്ട്. രക്ഷകർത്താക്കളുടെ താല്പര്യക്കുറവും ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പം മൊബൈൽ തോണ്ടിയാൽ മതി, അതിന് സമയം കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നീങ്ങുന്നത്. സ്വപ്നങ്ങളുണ്ടോ? സ്വപ്നങ്ങളെ കുറിച്ച് കവിതയുണ്ടോ? സ്വപ്നങ്ങളിൽ നിന്ന് വരുന്ന അടുത്ത പ്രേരണയാണല്ലോ ഈ കവിതയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കവിതയുണ്ടോ? പൂർവശക്തിലയങ്ങൾ മറഞ്ഞോരു ജീവിത ബന്ധങ്ങളെ അറിയുമോ കലപില കൂട്ടുമീ കൺമണികൾ, മാസ്മരികതയുടെ പ്രവാസങ്ങളിൽ ആളിപ്പടരും നാഗരികതയുടെ പുതുനാമ്പുകൾ, സങ്കൽപ്പഗോപുര പടിവാതിൽക്കൽ കാൽ നീട്ടിയിരിക്കും മനീഷി, വിതുമ്പലും നൊമ്പരവുമായി ചോർന്നൊലിക്കും കൂരയിൽ കൺമിഴിച്ചു കേഴും പൈതൽ, രാഗവിരക്തനായി ഏകാന്തനായി നോമ്പു നോറ്റോരു ജീവൽ പ്രാണനായി, മൂകമായൊരോമൽ പക്ഷിയായി, മൂകമായൊരോമൽ പക്ഷിയായി, ഹരിതഭൂമിയിൽ ഒരു നാളും തീരാത്ത മോഹങ്ങളും ഒരു വേള അലിവിന്റെ സമുദ്രമായി മാറും, അതിലിന്ദ്രിയ അനുഭൂതിയേൽക്കും, അതു മട്ടുമാവോളം മതിയെന്റെ ജനനീക്കതിൽ ആനന്ദ സായുജ്യമേകാൻ, അതിലാനന്ദ സായുജ്യമേകാൻ. അതൊരു സ്വപ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ ഇപ്പൊ നാടകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങളൊരു ഓണക്കാലത്ത് ഒരു നാടക മത്സരത്തിനുണ്ട്. ഈ നാടക മത്സരത്തിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പള്ളിയിൽ നമ്മൾ പോകുന്നത്, പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലാണ് മത്സരത്തിന് പോകും. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ആൾക്കാരെ വിട്ടു പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അന്ന് അനിയച്ചയുടെ പാൻറ് ഇട്ടുകൊണ്ട് പോയി. പെട്ടെന്ന് എടുത്ത് കെട്ടി വെച്ചപ്പോൾ അനിയച്ചയുടെ പാൻറ്റാണ് കിട്ടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് പാൻറ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ സിപ്പ് ചേരുക. ഈ സൂര്യന്റെ മരണം എന്നൊരു നാടകമാണ് കളിക്കുന്നത്. അതിനകത്ത് ആധ്യാത്മികം നശിച്ചു, പക്ഷെ ഇവിടെ നശിച്ചെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാലകത്തി വെച്ചപ്പോൾ എൻ്റെ സിപ്പ് പോയിപ്പോയി. പിന്നെ അത് പക്ഷേ ഇവിടെ നശിച്ചെന്ന് പറഞ്ഞ് സിപ്പ് വലിച്ച് കയറ്റിയിട്ടേച്ച് പറഞ്ഞ് സംഗതി എന്തായാലും ഫൗളായി. നാടകത്തിന് മാർക്കൊന്നും കിട്ടിയില്ല. അപ്പൊ പുറകിൽ നിന്ന് ഈ പിന്നണി നിന്നവന് വേറൊരു പണി ചെയ്ത് ഞങ്ങൾ കുറെ വെടിമരുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ പുക കാണിക്കാൻ വേണ്ടി. അപ്പൊ ഈ കർട്ടന്റെ പുറകിൽ ഇങ്ങനെ ബെഞ്ചിട്ടേച്ച് നീളത്തിൽ ഈ പാറവടിയുടെ മരുന്ന് ഇങ്ങനെ ചെയ്യാത്ത പക്ഷെ ചെയ്തു. ബെഞ്ചിൽ ഇങ്ങനെ നിരത്തി ഇട്ടേച്ച് ഈ പുക കാണിക്കാൻ വേണ്ടി അങ്ങേ അറ്റത്ത് വേണ്ടി ഒരു തീ
തീ ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റി, ഈ ബെഞ്ച് നടുവ് കുഴിഞ്ഞങ്ങ് കത്തിപ്പോയി. നാടകമെല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരം കമ്മിറ്റിക്കാർ വന്നേച്ച് പറഞ്ഞു, ഒരു 2000 രൂപ തന്നിട്ട് പോയാൽ മതി, സമ്മാനവും ഇല്ല ഒന്നുമില്ല, 2000 രൂപയും കൂടെ പിരിവെടുത്ത് കൊടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാറിന്റെ ജീവിതത്തിൽ? നിരവധി ഇതേപോലത്തെ അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പറയാനുണ്ടോ, ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ? ഞാനിപ്പോ ഈ നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിത് ഓർത്തത്. അന്നേരം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ മറ്റേ ക്രിക്കറ്റ് പോലത്തെ മത്സരങ്ങളിലൊക്കെ ക്രിക്കറ്റ് കളി പങ്കെടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ അബദ്ധങ്ങൾ, മൂക്കില് പന്തല്ല കോർക്ക് പാടില്ലേ, അതുകൊണ്ട് രക്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞത് കുഞ്ഞിന് 2 വയസ്സായ സമയത്ത് ദീപാവലിക്ക് പടക്കേ പൊട്ടാത്ത പടക്ക് നോക്കി വാങ്ങിച്ചു. മറ്റേ ഈ കൊരവപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അറിയാലോ, പൂക്കുറ്റി. അത് വെച്ച് ഇങ്ങനെ കത്തിച്ചതും വെടിപൊട്ടി 16 ദിവസം ആശുപത്രി കിടന്നു. വിരലും ലോകത്തെ ഏറ്റവും വലിയ അബദ്ധം. പിന്നെ അതിനുശേഷം ഇതുവരെ ദീപാവലിക്ക് പടക്കം മേടിച്ചിട്ടില്ല. അത് ഒരു വലിയ അബദ്ധമായിട്ടാണ്. അത് വലിയ അബദ്ധം തന്നെയാ, പെട്ടെന്ന് സംഭവിക്കുന്നതല്ലേ. പിന്നെ ഇനി ഈ ഓണത്തെക്കുറിച്ച് കവിതകൾ വല്ലതും ഉണ്ടോ ഇനി മനസ്സിലിരിപ്പ്? ഒരു കവിത കൂടെ നമുക്ക് കേട്ടാൽ. ഓണക്ക് നമ്മളെ അത് നോക്കട്ടെ ഇതിലെ ഞാന് നമ്മുടെ പാലാ നാരായണൻ നായരുടെ ഒരു ഓണത്തിനെ സംബന്ധിച്ച് ഓണനിലാവ് എന്ന് പറഞ്ഞൊരു കവിതയുടെ വരികൾ. മഞ്ഞപ്പട്ടുമുടുത്തു കളിപ്പൂ മലയാളക്ഷിതി നവമുകുളങ്ങൾ, കുഞ്ഞിക്കൈകളിൽ ഓണപ്പന്തുകളോമൽ പാവകളുപ്പേരികളും, നെഞ്ഞിൽ പുളകം ചേർത്തു കൊളുത്തി ചുണ്ടിൽ പൂർവിക ഗാനം ചാർത്തി, പഞ്ഞം നീങ്ങിയ പടുവൃദ്ധകളും, പരമ മനോഹരമാണോ ഓണക്കാലം, പരമ മനോഹരമോണക്കാലം. പല നാരായണനാരുടെ ഓണത്തെ കുറിച്ചുള്ളൊരു കവിതയാണ്. ഓണപ്പാട്ടുകളും ഓണവിശേഷങ്ങളും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഇനി ഇന്നാല് നമുക്ക് സാറിനോട് പറയണം, ഈ ഓണത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം പ്രേക്ഷകർക്ക് കൊടുക്കാറുണ്ടോ? നല്ലവനായ ഒരു ഭരണാധികാരിയുടെ സ്മരണയാണ് ഓണം. ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. രുചിഭേദമുള്ള നിരവധി ഓണക്കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ഗൃഹാതുരതയുടെ മധുര സ്മരണകൾ ഓർത്തെടുക്കാൻ നമുക്ക് ഇനിയുള്ള ഓണം കൊണ്ട് ആവട്ടെ. എല്ലാവർക്കും അതിന് കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സിറ്റി വിഷനും എൻ്റെ ഓണാശംസകൾ. വളരെ സന്തോഷം. ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ സുജിത് സാറിന് സിറ്റി വിഷന്റെ നാമത്തിൽ, ഹൃദയത്തിൻ്റെ നാമത്തിൽ തന്നെ നന്ദി പറയുന്നു.